ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്തൊരു യാത്ര പോവുകയാണ്. ട്രിപ്പ് എന്ന് പറയാൻ പറ്റൂല അല്ലേ ഇതിനോട്ട്. നമ്മുടെ അങ്കിള് സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി റൺ ചെയ്യുന്നുണ്ട്, ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഇതിനോട്ടിനെ ഞാനും ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്കല. അപ്പൊ അങ്ങോട്ട് പോവാണ്. ഇപ്പൊ നമ്മുടെ ഫ്ലാറ്റ് നമ്മൾ ഇറങ്ങി. അങ്കിൾ ആന്റി നമ്മുടെ 9047 റൂം എടുത്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ചെക്കൗട്ട് ആയി അവര്. അപ്പൊ നേരെ അങ്ങോട്ട് പോയിട്ട് അങ്കിളിനെ ആന്റിനെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വർക്കലയിലേക്ക് പോകും. അവിടെ എത്തിയിട്ട് പറയാട്ടെ എന്താണ് ബിസിനസ്, എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം. അപ്പൊ പോവാ. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയല്ലോ. അപ്പോഴത്തേക്ക് അങ്കിളാൻ്റെ റൂമെല്ലാം വെക്കേറ്റ് ചെയ്തിട്ട് താഴെ കാത്തു നിൽക്കുമായിരുന്നു. അപ്പം ഇനി ടൈം വേസ്റ്റ് ചെയ്യേണ്ട നമുക്ക്. അയ്യോ, അങ്കിളത് താഴെ വീണു. പെട്ടെന്ന് ലഗേജ് കയറ്റിയിട്ട് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ ഇൻഫോ പാർക്ക് എക്സ്പ്രസ് ഹൈവേ ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ റൂട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. കാരണം ഈ രണ്ട് സൈഡിൽ ഫുള്ള് മരങ്ങളും ആ ഫ്ലാറ്റും നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ മെട്രോയുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് ആ വ്യൂ അങ്ങ് പോയി. ഈ ഒരു ഫ്ലാറ്റ് കണ്ടോ, ഞാനെന്തിനോട്ടും ഫസ്റ്റ് എറണാകുളം വന്ന സമയത്ത് ഞങ്ങളിവിടെ പോയിട്ടുണ്ടായിരുന്നു റൂം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫുള്ള് ഫില്ലായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ കാക്കനാട് വാട്ടർ മെട്രോയുടെ സ്റ്റേഷൻ വരുന്നത്. കഥ ഒരെണ്ണം വന്ന് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്, കാണുന്നുണ്ടോ? അങ്ങനെ വിശന്ന് വല്ലാണ്ടായപ്പോൾ ഒരു ടീ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പനത്ത് നിർത്തിയിട്ടോ. പിന്നെ ഞാൻ ടീ കുടിക്കാത്തതുകൊണ്ട് 2 പഴംപൊരി ഞം അകത്താക്കി. അങ്ങനെ പിന്നെ ഇങ്ങനെ യാത്ര തുടരാട്ടോ. എനിക്ക് ഈ വൈക്കം കോട്ടയം റൂട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫുള്ള് മരങ്ങളും ആ ഒരു പച്ചപ്പും റബ്ബർ തോട്ടവും പിന്നെ എന്താ പറയുക, ഈ പണ്ടത്തെ അച്ചായന്മാർ സ്റ്റൈലുള്ള വീടുകളൊക്കെ അല്ലേ ഈ കോട്ടയത്ത് ഫുള്ളും. എനിക്ക് ഇഷ്ടമാട്ടോ അവർ ആ വീട്, ആ ഒരു ടൈപ്പ്, ആ ഒരു സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അടുത്ത ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വെജ് റെസ്റ്റോറൻറ്റ് ഇങ്ങനെ തേടുമായിരുന്നു. ഈ ഏരിയയിലൊക്കെ വെജ് റെസ്റ്റോറൻറ്റ് കിട്ടാൻ കുറച്ച് പാടാൻ തോന്നും. അങ്ങനെ തപ്പി ഒരു ഹോട്ടൽ കണ്ടു കേട്ടോ. ഇത് വെജല്ല, രണ്ടും വരുന്നുണ്ട്. ലക്ഷ്മി ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ്, ബാറും ഒക്കെ വരുന്ന നല്ല രസമുണ്ടല്ലോ ഒരു ആംബിയൻസ് കാണാൻ. ശരിക്കൊരു വലിയൊരു വീട്, നല്ലൊരു സ്ട്രക്ചറല്ലേ കാണാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. അത് അപ്പത്തെ റെസ്റ്റോറൻറ്റ് ബാർ സെപ്പറേറ്റ് ആണ് കേട്ടോ. ആക്ച്വലി റെസ്റ്റോറൻറ്റിൻ്റെ എന്തോ വാഷിംഗ് ഏരിയയിൽ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ബാറിലേക്ക് കയറിക്കോന്ന് വെച്ചാൽ അങ്ങനെ കയറിയതാ. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഫുഡ് മാത്രമല്ല അവരുടെ സർവീസും അവരുടെ നീറ്റ്നെസ്സും ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. ഇത് കുമരകത്താണ് കേട്ടോ ഇത് റിസോർട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് മാത്രമല്ല റേറ്റും ഭയങ്കര കുറവാട്ടോ. നമ്മൾ 4 പേരും കഴിച്ചിട്ട് ഒരു 500 ചില്ലറയായിട്ടു. ഇത് മിറർ ഇമേജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതുണ്ടോ, അത്രേ റേറ്റും വരുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഈ റൂട്ടിൽ പോകുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. അങ്ങനെ പിന്നെ നമ്മുടെ യാത്ര തുടർന്നു. ഇത് അങ്ങോട്ടുണ്ടല്ലോ കുറേ കിലോമീറ്ററുകളോളം 2 സൈഡ് ലെഫ്റ്റും റൈറ്റും ഫുള്ള് ഇങ്ങനെ വെള്ളക്കെട്ടുകളായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ അടുത്ത ടീ സ്പോട്ടിൽ നിർത്തി കേട്ടോ. അങ്കിളും ആൻറ്റി ടീ കുടിച്ചു. ഇതിനോട്ടം കാറിൽ തന്നെ ഇരുന്നു, വന്നില്ല. ഞാൻ ഓരോ സ്നാക്സും കഴിച്ചത് ശ്രീ കഫേ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി നടത്തുന്നതായിരുന്നു. നല്ല രസമുണ്ടല്ലോ കാണാൻ, ഒരു കുഞ്ഞു വീട് പോലെ. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് പോയപ്പോൾ ഒരു വയസ്സായ ഒരു അച്ഛൻ നമ്മളെ റംബൂട്ടാനും അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ടും പേരക്കെല്ലാം വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേരക്ക എന്നാൽ ഭയങ്കര ഒരു കൊതി തോന്നിയിട്ട് നിർത്തിയതാട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ട് പോകുന്നുണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു കാറിൽ കത്തി ഉണ്ടാവുമോ മോളെ, ഞാൻ വേണം മുറിച്ച് തരണമെന്ന് വെച്ചിട്ട് എനിക്ക് 2 മുറിച്ച് ഉപ്പൊക്കെ ഇട്ട് തരുന്നതായിട്ടേ കാണുന്നത്. എവിടെ പോകുന്നതാന്നൊക്കെ ചോദിച്ചു. ഞാൻ വർക്കലാന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു അമ്പലമുണ്ട്, പോകുന്നതല്ലേ മോൾ, എന്തായാലും അവിടെ കയറി തൊഴണം കേട്ടോ എന്നൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു അച്ഛൻ. അങ്ങനെ അതും വാങ്ങിയിട്ട് പോയി. സമയം 7 മണിയായിട്ടോ. പക്ഷെ നോക്കിയേ, ഒട്ടും രാത്രി ആയിട്ടില്ല. ഒന്നല്ലേ എന്നോട്ട് ഏട്ടാ ഓപ്പൺ ചെയ്ത് കൊടുക്ക, അങ്കിളിന് കയറാൻ പറ്റുന്നില്ല. വേണമാ? അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്താനായിട്ടോ. ഇനി കറക്റ്റ് 1 കിലോമീറ്ററും കൂടി ഉണ്ട്. ഈ നോർമലി വർക്കലയിലെ എല്ലാ റിസോർട്ടും ഇതേപോലെ കണ്ടു ഇങ്ങനെ ഉള്ളിലോട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതുമാത്രമല്ല ഞങ്ങൾ ബുക്ക് ചെയ്ത ഈ റിസോർട്ട് ഇവർക്ക് വേറെയും കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു അടുത്തടുത്ത്. അതുകൊണ്ട് ഏതാന്നിങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ. അതായിട്ട് ഇതിനോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് നോക്കുന്നത്. ഫൈനലി ഞങ്ങളുടെ റിസോർട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും പോയി കിടന്നുറങ്ങിക്കോ. ടാറ്റാ ബൈ ബൈ, സീ യു.